What the? Bro. അതാ 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 ചേട്ടെല്ലാം വരുന്ന. എടാ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്. ഇതെങ്ങനെ ചാറ്റ് ഓഫ് ആക്കുക? അടുത്തെന്താ എൻ്റെ സ്ക്രീൻ മൊത്തം. എടാ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എടാ ഞാൻ ഓക്കെ. എൻ്റെ ഹലോ. ഓക്കെ. എടേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാന്ന്. ഇതാ PC എല്ലാം ഓഫാന്ന്. PC ഒന്നും ഇല്ലേ. PC എല്ലാം അടിച്ച് പൊട്ടിക്കാന്ന്. ഞാൻ പരക്കുന്ന് പുറത്തിറങ്ങാൻ പോയെന്ന് മുത്തേ. അതാ കറണ്ട് വന്നിട്ടല്ലോട്ട. എടാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാന്ന്. എടാ PC കളിക്കുന്ന കുറച്ച്. ഞാൻ കറണ്ട് ഇല്ലിട്ട് ഞാൻ വിചാരിച്ചടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന്. അവക്ക് കറണ്ട് വന്നില്ലോട്ട. നവാ നമുക്ക് ഉള്ളിൽ തന്നെ ഇരിക്കാം. എടാ പുറത്ത് വേണോ വേണ്ടേ വേഗം പറ. പുറത്ത് വേണോ വേണ്ടേ? എടാ ഞാൻ പുറത്ത് പോയിട്ട് കൊറേ ആയടാ. ഓണാ? എടാ ഇത് ഓണാകുന്നുണ്ട്. PC ഓണാ? ഓണായിട്ടില്ലേ? അതാ ഓണായി. ഇതാ എൻ്റെ സെറ്റപ്പ് കേട്ടോ. അതാ എൻ്റെ PC പരിപാടി. ഇത് ഗ്രീൻ സ്ക്രീൻ, ഇത് ചെയറ്, വിഷൻ്റെ ചെയറാണ്, ഗെയിമിങ് ചെയറാണ്. സെറ്റാണ്. പിന്നെന്തെന്നാ ഉള്ളൂ. ഇതാന്ന് പിന്നെ 5 കൊല്ലമായിട്ട് പുറത്തിറങ്ങാത്ത റൂം. എൻ്റെ റൂം. എടാ പുറത്തിറങ്ങണ പറ പുറത്തിറങ്ങണ. എടാ പുറത്തിറങ്ങാൻ ഞാൻ നെർവസാണ്. ഞാൻ കുറേ ആയടെ ഇറങ്ങിയിട്ടില്ല ഒട്ട. എടാ പുറത്തിറങ്ങണ. ഫാക്ക്. പോവാലേ? പുറത്തിറങ്ങാലേ? എടാ എല്ലാരും പിടിച്ചോണ്ട് പോയാലോ? എല്ലാരും പിടിച്ചോണ്ട് പോയ എന്താക്കോ? എടാ ഞാൻ പുറത്തിറങ്ങാത്ത കുഞ്ഞാന്ന്. ഞാൻ പുറലോകം കാണാത്ത കുഞ്ഞാന്ന്. എന്നെ പിടിച്ചോണ്ട് പോയ എന്താക്കോ? ഉമ്മ അങ്ങനെ പറയല്ലേ ഞാൻ പുറത്തിറങ്ങാൻ പോകുമ്പോ. എല്ലാരും പിടിച്ചോണ്ട് പോയ എന്താക്കോ? എടാ ഞാൻ കാര്യായിട്ട് ഇറങ്ങാലേ? ഇറങ്ങാ. ഞാൻ തീരുമാനിച്ചതാണ്. എൻ്റെ മൈൻഡിൽ ഇറങ്ങാന്നെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പുറത്ത് പോയിട്ട് അല്ലാണ് മൊത്തം. എനക്ക് ഈ നാട്ടിൽ ചങ്ങായി പോലും ഇല്ലടാ. ഇല്ലേ പിന്നെ ആരെങ്കിലും ഒന്നിച്ചു പോവാ. ഇത് എനക്ക് ഈ നാട്ടിൽ ഇത്രയും കൊല്ലായിട്ട് അല്ലാണ് ഒരു ചങ്ങായി പോലും ഇല്ല. അതാണ് ചോറ. ഒറ്റക്ക് പോയിട്ട് ഞാൻ എവിടെ പോവാ? എന്താക്കും? വെറുതെ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് നടക്കാന്ന്. കൊറേ ആയില്ലേ നടക്കാന്ന് തോന്നല്ലേ? ഇല്ലെങ്കി അവിടെ ലാഗ് ഉണ്ടോ? അത് ലാഗാവുന്ന എന്തെന്നാ നമുക്ക് തിരിയുന്നില്ല. നെറ്റിൻ്റെതാ ആപ്പിൻ്റെതാ? എനിക്ക് തിരിയുന്നില്ല.
ഇറങ്ങിയിട്ട് കയറി നോക്കട്ടെ. എടേ അടി ഇത് പോകുന്നടാ, ഇതെന്നാന്നറിയില്ലടാ. സ്പീഡ് ടെസ്റ്റ് ചെയ്തോ കോട്ടെ. fast.com. ഇത് ശരിയായാലും പുറത്തു പോവാ, ഇല്ലെങ്കിൽ എടാ ഇത് ഞാൻ PC-ലാണ് ഇപ്പൊ സ്ട്രീം ചെയ്ത PC-ലാണ്. ഞാൻ ഇതിലെ ഫോണിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന്. 40 Mbps. പക്ഷെ പിന്നെന്താ ഇത് കട്ടാവുന്നമോ? ആന്നുണ്ടാ എനക്കൊന്ന് ഈ ചാറ്റ് ഇതിൽ റണ്ണാന്നേറ്റില്ലടാ. അടി ചാറ്റ് ചെയ്ത് റണ്ണാന്നേറ്റ് എൻ്റെ ഫോണ് ലേഗാന്ന് ഞാൻ തോന്നുന്നട്ടാ. ഫോണ് ചാറ്റ് എങ്ങനെ ഓഫാക്കലെന്നും എനിക്കറിയില്ലല്ലോ. സെറ്റിങ്സിൽ മാറ്റുണ്ടോ? സ്ട്രീമിംഗ് ഈവൻസ് ലിസ്റ്റ് ചാറ്റ് സെറ്റിങ്സിൽ ഫോൺ സൈസ് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാറ്റ് ഫോൺ സൈസ്, ഫേസ്ബുക്ക് ചാറ്റ് ഫോൺ സൈസ്. അവിടെ 4 ഫോൺ സൈസ് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും കാട്ടുക. നമുക്ക് പുറത്ത് പോവാ. നമുക്ക് പുറത്ത് പോയിട്ട് എന്താ ആക്കാന്നൊക്കെ അറിയില്ല. എന്നാലും പുറത്ത് പോയിട്ട് വരാം വെറുതെ. ഞാൻ വീട് കാണിച്ചു തരാം. ഞാൻ റോട്ട് പോവാം. നമുക്ക് വീട്ട് റോട്ട് എല്ലാം ഇറങ്ങിയ സീനാണ്. മൊത്തം ഞാൻ പുറത്തുനിന്ന് പുറത്തിറങ്ങാത്ത മൈരനാണ്. ലോട്ട പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. ഉമ്മനെ തിരുമ്പ തൊപ്പി കൊടുത്തോ? എന്റെ തൊപ്പി കൊടുത്തോ? തിരുമ്പ തൊപ്പി കൊടുത്തോ? ഇല്ല ഹോട്ടലും കാണുന്നില്ല. ആ നോക്കാം ഇല്ലുമ്മ. ആന്നാക്കി അത് കൊടുത്തോന്നാ. എന്തെന്ന്? ബാണെന്നില്ല, കൊഴപ്പില്ല. അവിടെ ഉമ്മ ചോറയാക്കുന്നട. ഉമ്മ പോവാനും വിടുന്നില്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ പുറത്തിറങ്ങിയാമോ? അവിടെ ഞാൻ വീട്ടിന്റെ പുറത്താണുള്ളത്. ഞാൻ വീട്ടിന്റെ പുറത്താണുള്ളത്. മുത്തേ അവിടെ ഞാനിപ്പോ പുറത്തിറങ്ങിയ അവിടെ എന്തെന്നാ അവിടെ 1 മിനിറ്റ്. അവിടെ ഒരു പട വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്.
ഒന്നാം തിരിയുന്നില്ല, അടിക്കാൻ വരുന്നതാന്ന് തോന്നുന്നു. അള്ളാണ് മുത്തേ, എവിടെ പുരക്കുന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയല്ല. അടിക്കാൻ ആള് വന്നിട്ടാണ് എന്നെ. ഇതെല്ലാം ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാല്ലേ ക്യാമറ. ഓടറാ, അവിടെ പോടാ, പുരക്കോടാ. അവിടെ ഇതെന്ത് പിള്ളേരടാ, അവിടെ അവിടെ ഇതെന്തെന്നാ, അവിടെ എന്തെന്നാന്ന്, അവിടെ പുരക്കുന്ന് പുറത്തിറങ്ങാൻ വിടൂല നീ ഒന്നും. അവിടെ നീയല്ലേ ഏതാന്ന്, അവിടെ ഒന്നും അവിടെ ചിരിക്കുന്നു. അവിടെ ക്യാമറ ഓഫ് ആക്കിയാ ഫാൻ്റെ വണ്ടി. അല്ലാത്തെ ഞാൻ പുറത്ത് ഞാൻ പോയെന്നിട്ട് എന്തെന്ന് ഇവരെന്നാ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അടുത്ത് വരില്ല. എൻ്റെ ക്യാമറ ഉണ്ട്, പ്രൂഫ് ഉണ്ട്. അടിയായ സീനാവും. ഞാൻ പ്രൂഫ് കാണിച്ചു കൊടുക്കും. അവിടെ ഇവർ എനിക്ക് അല്ലാണ്, ഇവർ എനിക്ക് പേടിയുണ്ടാ. എന്തോ സീനാണ് ഇവർ. അല്ലാണ്ട് മുറ്റാണ് അവിടെ. എന്നെ ഇസ്മായിലിക്കെന്നെല്ലാം വിളിക്കുന്നുണ്ടോ പിള്ളേർ. പുരക്കുന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് എല്ലാടാ. അവിടെ ബേക്കുന്ന വരുന്നടാ. അവിടെ നിങ്ങ അവിടെ മാറി നിന്നാ ഞാൻ അതിലെ കൂടി പോയിക്കോളൂ. എനക്കെന്താ ഉറപ്പ് ഇങ്ങ അടിക്കാൻ വന്നല്ലാന്ന്. അവിടെ ഓനെല്ലാം നോക്കും, ഓനെ കണ്ടാ അറിയോ ഓൻ സീനാന്ന്. ഇവർ സ്വിച്ച് ഇടുന്നടാ. കല്ലാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അവിടെ ദൂരം മുട്ടാൻ തുടങ്ങി. ഇവർ സ്വിച്ച് ഇടുന്നു. ഇവർ മറ്റേ സ്വിച്ച് ഇടുന്ന ടീമാ. സ്വിച്ച് ഇട്ട് ഇപ്പൊ രണ്ടാള് സ്വിച്ച് ഇട്ടിപ്പോ. ബിഗ് ഫാൻ സ്വിച്ച് ഇട്ട് നമുക്ക് അല്ലാണ് ദൂരം മുട്ടുന്നു. അവിടെ ഇങ്ങുവാ, എനിക്ക് സെൽഫി എല്ലാം എടുക്കണ്ട. ഇങ്ങുവാ എന്തിനാ അതിനെ എടുത്തോ, എടുത്തിട്ട് പോയിക്കോ നീ. അല്ലേ എന്തിനാ ആക്കുന്നത്? ക്യാമറ ഇപ്പൊ ഒരു ആയുധാന്നല്ലേ. ഇത് കാണിച്ച എല്ലാരും ഓടുന്നടാ. അവിടെ ചൂട്ട കാണിച്ച് ഓടിക്കാല്ലോ എല്ലാത്തിനാ. ഓടാ, ചിലത് ഓടുന്നില്ല കേട്ടാ. എല്ലാണ മൊത്തം പിള്ളേരെന്ന് ഊക്കുന്നതാന്ന് തോന്നട്ടോ. അവിടെ എന്നാ ഓക്കെ എടുത്തില്ലേ, എന്നാ ശരി. പിള്ളേരെന്ന് ഊക്കുന്നതാന്ന് കേട്ടോ. അതിനൊക്കെ എല്ലാണ മൊത്തം എന്തിനാ പുറത്തിറങ്ങി, എന്തിന്റെ പിരാന്തീനും എനിക്ക് മര്യാദക്ക് പുരക്കി തന്നാ പോരെ. പിള്ളേർ ബാക്കിന്നേ വരുന്നുണ്ട്. ഞാൻ ഓടിയാലോ എന്താ ബാക്കിന്നേ വരുന്നുണ്ടോ പിള്ളേർ. അവിടെ ഞാൻ സേഫായിട്ടുള്ള സ്ഥലമൊന്നും എനിക്കറിയില്ല. എവിടെ പോയാലും പിടിക്കും. അല്ലാണ് മൊത്തം വേറെ ടീം വരുന്ന മൂഞ്ചി. ഡാഡി സീനാടാ. ഞാൻ പോട്ടെ. അവിടെ എനക്കൊന്ന് പള്ളിയായിരിക്കും സേഫായിട്ടുള്ള സ്ഥലം. പള്ളിയിൽ പോയാൽ സേഫായിട്ട് തന്നോ. ഇങ്ങടെ പോന്ന ഞാൻ പള്ളിയിൽ പോയിക്കോളും. ആടാ ആടാ അത് കുഴപ്പമില്ലടാ. എന്തെന്ന് ആടാ ആടാ. ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോയെന്ന് നോത്തെ. ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ പോക്കറ്റിൽ ഫോണ് ഞാൻ ഉള്ളിൽ പോക്കറ്റിലേക്ക് ഇടും കേട്ടോ.
ആടെ നീല്ല ഇല്ല എല്ലാവരും പള്ളിയിൽ പോണ്ടാന്ന് അറിയുന്നു. എടാ ഞാൻ മുസ്ലിം അല്ലടാ, എനിക്കെന്നടാ പള്ളിയിൽ പോകാമെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകാൻ പറ്റേ? ഞാൻ നിസ്കരിക്കാൻ കയറുമ്പോൾ പോക്കറ്റിലിടും കേട്ടോ ഫോണ്. ഞാൻ പറയുന്നേക്കുന്നുണ്ടെങ്കിൽ ഇത് ഇട്ടെ, എസ് ഇട്ടെ. ഇവിടെ പള്ളിയാടാ, ഒച്ചാക്കല്ലാടാ. എടാ നിന്റെ നെറ്റ് ഉണ്ടോ? അല്ല ഫോൺ അങ്ങോട്ട് എൻ്റെ ഇതില് എടാ എൻ്റെ ലൈവ് കിട്ടുന്നുണ്ടാ നോക്കിയത് എടുത്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് എൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ടാ നോക്കിയാ. നിങ്ങളെല്ലാം ആരാന്ന് ശരിക്കും നിങ്ങളൊന്നും പഠിക്കണ്ട. ഇത് എത്ര ആളാണ് തലവേദന അനക്കാ എന്തിന് ഇന്നും വന്നില്ല. ഇതെന്താണടാ ആരാണ് അല്ലാണ മുത്തൻ്റെ തലവേദന എടുക്കുന്നത്. എടാ അപ്പൊ പുറത്ത് ഇതാ നടക്കുന്നത്. അല്ലാണ മുത്ത എനിക്ക് രണ്ടാള് കൂടുതൽ കണ്ട എൻ്റെ തല എനിക്ക് തൂറാൻ മുട്ടും. ഒന്നാമത് പുറത്തിറങ്ങാത്ത ഏതാടാ ഇത് എത്ര ആളടാ എൻ്റെ എടാ അകത്തുനിന്ന് എല്ലാം എന്നെ നോക്കിക്കുന്നു. അല്ലാണ മുത്ത ഞാൻ അവിടെ ഇട്ട് എന്തെന്നാ അറിയാലോ. മുടി മുറിച്ചാലോ നമുക്ക്? എടാ മുടി മുറിച്ചാലോ മുട്ട അടിച്ചാലോ എന്ന് പറയുന്നത്. എന്നാ ആൾക്ക് തിരിയൂല. എന്നാ മുട്ട അടിച്ചാലോ? എന്താ അഭിപ്രായം? ഇത് നോക്കിയാ എന്താ സംഭവം? വേറെ ആരാന്ന് നമുക്കറിയില്ല. കുറേ എണ്ണം വരുന്നു. അടിയിലേക്ക് നോക്കിയോ? അത് അല്ലാതെ കുത്ത വണ്ടിയിലെല്ലാം വരുന്ന വേറെ കുറേ എണ്ണം മൊത്തം ഇത് എന്തുന്നാടെ. ഈ കൂട്ടി കയറി ഒളിച്ചു നിന്നിട്ട് ഇവിടുന്ന് പുറത്തിറക്കി എന്നെ പൊക്കും. അതിൽ എത്ര ആൾ എന്നെ തല്ലാൻ വന്നിനെന്ന് എനിക്കറിയില്ല. എത്ര ആൾ ഇഷ്ടപ്പെട്ടിട്ട് വന്നിനെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു കൂട്ടിയിട്ട് നിൽക്കുക. നോത്തെ ഇവിടുന്ന് പുറത്തിറങ്ങി അടിയുള്ളൂ. മുടി മുറിച്ചാലോ? ഞാൻ ഇവിടെ ഒരു ബാർബർ ഷോപ്പിൻ്റെ ഇതിലാണ് കയറിയിട്ടുള്ളത്. മുടി മുറിച്ചാലോ? എന്താ പറയുന്ന ഹെയർ കട്ട് ചെയ്യട്ടെ? ഇപ്പം ശരിയായാ
ഇപ്പം ശരിയായോ? നോക്കിയാ ഇപ്പം ശരിയായോ? നോക്കിയാ ഇതൊരു ട്രയൽ പോലും നോക്കിയിട്ടില്ലടാ, അതാണ്. ഇതിൽ വർക്കാവുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. ഇപ്പം ഓക്കെ ആയോ? ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുമ്പോൾ ഓക്കെ ആണ് എന്നാണ് രീതിയിൽ. മുടി കുറിക്കാൻ പോയി നോക്കാം. സൈഡ് എടുക്കാലോ? മുകളിൽ കുറിക്കാനോ? എന്താ പണിയാ? പൈസ കൂടുതൽ വേണ്ടി വരുമോ ഈ മുടി മുറിക്കാൻ? നിങ്ങൾ നോക്കോളൂല്ലേ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ? ഇവിടെ കയറിട്ട് എന്തായാലും അടിക്കൂലോ. അത് മതി ഏട്ടാ നോക്കിക്കോളൂന്നാ പറയുന്നത്. ഇവിടെ കയറിയിട്ട് ആരും തന്നെ അടിക്കൂല, അങ്ങനെ ഏട്ടൻ പറയാ. അല്ലാണ് മുത്തി കയറുണ്ടല്ലോ. അവിടെ നിൽക്കുന്ന നോക്കി എല്ലാം കാര്യം പറയാലോ. ഇവിടെ ലിറ്ററലി ഇവിടെ ആളില്ലാത്ത സ്ഥലം എനിക്ക് കാണുന്നില്ല. എനക്ക് വന്ന് ഇനി പുറത്തിറങ്ങില്ലേ, ഇനി IRL വരുമ്പോൾ എനക്ക് വന്ന് രാത്രിയില്ലേ, രാത്രി ടൈം വരാൻ തോന്നുന്നു. രാത്രി ആകുമ്പോൾ അത്ര സീനുണ്ടാവില്ല. എന്താ ഇപ്പം ബഫറിങ് നടന്ന്? ബഫറിങ് പോയിട്ടില്ല. നന്നാൻ തീരുമാനിച്ചു വന്നു. ആടാ ആ പള്ളിയെല്ലാം പോയി നിസ്കരിച്ച് ഇതിപ്പോൾ മുടി മുറിക്കാൻ പോന്നു, മുട്ടയടിക്കാൻ പോന്നു. നാളെ അതിൽ തൊപ്പിട്ട് നടക്കും. മുട്ടയടിച്ച് ജീവിക്കാൻ പോന്നു. എംബാപ്പയാ? കുറ്റിയാക്കാം, മുടി കുറ്റിയാക്കാം. എന്നാ എംബാപ്പേനെ പോലെ ആക്കാം. ഇതെന്താടി ഇത് നെറ്റ്? എടാ എൻ്റെ ഈ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല, ഇത് എക്സ്പയർ ആയിന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തിരിയുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാ ബഫറിങ് ഉണ്ടാ? എനക്കൊന്നും തിരിയുന്നില്ല. മുട്ട അടിക്കണ്ട, സൈഡ് എടുക്കാം. ആണോ കണ്ട് ഏടാ അല്ലാണ് നിനക്ക് ശരിക്കും നീയാന്ന് ശരിക്കും എടുത്ത സൈക്ക്. നീയാന്ന് നിർത്താണ്ട് ക്യാമറ ഓണാക്കിട്ടല്ലേ? ഇവനാ നിർത്താണ്ട് അരമണിക്കൂറായിട്ട് വേക്കുന്ന നടക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഇനിയും ബഫറായാ? അവിടെ ഫോണിൽ നെറ്റ് ഉണ്ടോ? ഫോൺ തരോ? ഹോട്ട്സ്പോട്ട് അല്ല, ഒന്ന് ഫോൺ 2 മിനിറ്റ്. ഇല്ലാടെ എറിഞ്ഞ് പൊളിക്കുകയും ചെയ്യില്ല, പേടിക്കണ്ട. എടാ എന്താന്നടാ എടാ അപ്പൊ ഇങ്ങനെ എല്ലാരും ഞാൻ പിരാന്തരാന്ന് ചോദിച്ചിട്ട് അങ്ങനെ കാണാൻ വന്നതാ. പിന്നെ നീ അങ്ങനത്തെ ഇത് നല്ലോണം ഇവറില്ല. ശരിക്കും വൈകല്യം ബാധിച്ച ആരോ കാണാൻ വന്ന ആ രീതിയിലാണ് കാണാൻ വന്നതാ.
ആ എന്തെന്ന് ഉള്ളിലാ ഉള്ളിൽ നെറ്റ് കിട്ടൂലപ്പാ. ഞാൻ വെറുതെ വന്നേ പിള്ളേരടിക്കാൻ വന്നല്ല, പിള്ളേരടിക്കാൻ വന്ന തന്നെ ഓർമ്മ ഉണ്ടാകാന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പണ്ട് അപ്പുറത്ത് ഷോപ്പ് ഉണ്ടായിട്ടില്ലേ ബഷീർഖാന്റെ അപ്പുറത്ത്, നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാ? പണ്ടേ ആള് വന്നിട്ടുണ്ട്. ഞങ്ങള് പണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ, ഓർമ്മ ഉണ്ടാ? ബഷീർഖാന്റെ വീഡിയോയിൽ വലിയ പ്രശ്നം ഉണ്ടായ ഓർമ്മ ഉണ്ടാ? അത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല? എന്റെ മുടി ഇങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് മറന്നുപോയതാണല്ലോ. ഞാൻ വയസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇത്രയുണ്ടോ? എന്ത് ചെയ്യണ്ടോ? എന്നടച്ച് കാറ്റ് വരാം. ഹലോ ഹലോ അവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പം ഏതാ ബഫറിങ് തന്നെ പറയാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. ഈ കട്ട് എല്ലാം ഡബ്ല്യൂ ആണെന്ന് പറഞ്ഞേ. ഈ കട്ട് പറഞ്ഞേ പറ. ഈ കട്ട് എങ്ങനെ പറ? എനക്കെന്തോ ഒരു ഇത് കിട്ടിയില്ലടാ. ഈ സൈഡില്ലടാ, സൈഡ് ഇതായിട്ടില്ല. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഷെയ്ഡില്ലാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. ചങ്ങായി 10 വയസ്സുള്ള ഏതോ ചങ്ങായിടെ രാജുവായി. എടാ എനക്ക് വേറൊരു ഹിന്ദിക്കാരൻ ചെക്കനായിട്ടാ മുന്നേ ലാസ്റ്റ് കട്ട് ചെയ്ത് തന്നെ. അവൻ ഇങ്ങനെ ഷെയ്ഡ് പോലെല്ലാം ആക്കി തന്നെ. ഇതെന്തോ ചങ്ങായിക്കൊന്നും തിരിയുന്നില്ല എന്ന് തോന്നുന്നു. അല്ല ഡബ്ല്യൂ തന്നെ അല്ലേ? തന്നെ മറ്റേ തൊപ്പിയുടെ ഉള്ളതെന്ന് പറഞ്ഞേ എടുക്കാൻ. അതൊരു തൊപ്പിയിട്ടിട്ടില്ലെന്നോ? ഏതായാലും ആണോ പറഞ്ഞതിലോ? ഇവിടെ കാണുന്നില്ലാലും എവിടെയാന്ന്? ഏതായാലും മേന്ന് എൻ്റെ വീടിൻ്റെ പുറത്താണ്ടല്ലേ? എൻ്റെ വീടിൻ്റെ പുറത്ത് നിലത്ത് മഞ്ഞ് വീണിട്ടാണ്. മഞ്ഞാണ് നിങ്ങൾക്ക് ഇതുണ്ടോ?
മഞ്ഞ് ഉണ്ടാ വീടിൻ്റെ പുറത്ത് വേണ്ട. നമുക്ക് മഞ്ഞ നമുക്ക് അതിനെ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുന്ന മഞ്ഞ ക്യാമറ ഫ്ലിപ്പാകാത്ത ഞാൻ മഞ്ഞ് വീണ താഴ്വരയിലാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായോ? വേണ്ട മഞ്ഞുണ്ടോ മഞ്ഞ് വീണ താഴ്വര ഉണ്ടോ? മഞ്ഞി മാറിയുന്നോളെ മഞ്ഞീമ ഉമ്മ തൊപ്പി കാണുന്നില്ലല്ലോ. ഇങ്ങനല്ല എപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തേന്ന് അറിയല്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ലൈവ് ചെയ്ത് വെറുതെ എന്താക്കിയേ ഉമ്മ അതിനെ ആരും കൊല്ലാൻ പോയിട്ടൊന്നും ഇല്ലാലോ. ആ വരാൻ പറ. എന്ത് എന്താ പറയാ PC അടിച്ചു പൊളിക്കുന്ന അറിയാം. എന്നാ വരാൻ പറ. പൊളിച്ചിട്ട് പോകാൻ പറ. പിന്നെന്താക്കി ഇതിപ്പോ ആരങ്ങ ഇത് സ്റ്റോപ്പാക്കണ്ടേ? ഇവിടെ ഇങ്ങനെ ഉള്ളപ്പോ ഞാൻ എന്തായാലും ചെയ്തോണ്ടിരിക്കൂലേ. എടുത്തോ തൊപ്പി എടുത്തോ. എന്താണ് ഇപ്പൊ ഓനക്ക് വന്നിട്ട് കമ്പ്യൂട്ടർ തല്ലി പൊളിക്കണം പോലും. അല്ല ഓനക്ക് എന്നാ വേണ്ടല്ലോ. ഓൻ എന്നാ ചെയ്യാൻ പോലും. എല്ലാരും വന്നിട്ട് പറയുന്നത് എന്റെ ഈ കളി കണ്ടിട്ട് വടക്ക് കളി എന്തിനാ കളിക്കുന്നത്? എത്ര നല്ല നല്ല ഉണ്ട്. എന്നാ ഞാൻ ഓക്കെ ഞാൻ ഗെയിമിങ് നിർത്താം. എനിക്ക് കുക്കിംഗ് വേണം. എന്താ പറയുക നിങ്ങ? നാളെ മുതല് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ക്യാരറ്റ് എല്ലാം മുറിച്ചിട്ടിട്ട് ഇന്ന് നമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നിട്ട് അങ്ങനെ ചെയ്യാന്നാ. പിന്നെ അല്ലാണ് എന്നാ ഖുറാൻ ഒന്ന് ആക്കിയാലോ? നിങ്ങളെ പോലെ ഖുറാൻ ഒന്ന് ഇട്ടാലോ? മതപരമായ ഇതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടാലോ? മങ്കൂസ് മൗലൂദ് കഴിക്കാം. മൗലൂദ് കഴിച്ചിട്ട് ഇത് ഇട്ടെ. മൗലൂദ് കഴിച്ചിട്ടില്ലേ ഇവിടെ നമുക്ക്? കളിയാക്കുന്നല്ലേ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചാണ്. അല്ല കുത്തിറാത്തീവോ അങ്ങനെ എന്തൊക്കെ ആക്കിട്ട് നമുക്ക് ഇതാക്കാം. കുത്തിറാത്തീവോ ആറ്റോ ഇത് അടുത്ത ലൊട്ടേത് ഇടാം. ഇതാണ് വലിയ വീട് എടുത്ത്. ഈ വീട്ടിലെ മെയിൻ വീട് ഇവനാ. കാര്യം പറയാനോത്തെ ഇപ്പൊ കാർണൂർ മാറ് വരെ ഇവന്റെ അത്ര എതിർപ്പുണ്ടാവില്ല. ഇവനാണ് ഈ വീട്ടിൽ തന്നെ ഏറ്റവും ഞാൻ ലൈവ് ചെയ്യുന്നതിൽ ഏറ്റവും എതിർപ്പ് ഇവനക്കാണ്. കാർണൂർ മാർക്ക് വരില്ല അത്ര ഇത്. കാർണൂർ മാർ അടിച്ച് പൊട്ടിക്കും എന്നല്ല പറയുന്നത്. അമ്മ പറയുന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരാടെ ഹോൾഡ് ചെയ്ത് കാത്തിക്കുന്നുണ്ട് ഇടം വരെ പോകുന്നൊക്കെ. ശിവ അങ്ങനല്ലേ. ഇവ ശരിക്കും ഇന്നലെ പൊട്ടിക്കാനും പോയി. ശരിയായ സാധനം ഇന്നലെ ഫുള്ള് ചൂടായാലും അനിയനാണല്ലോ. പക്ഷെ അനിയന്റെ സ്ഥാനത്ത് നിൽക്കൂല. ഓന് മെയിനാണ് പോലും. ഓനാണല്ലോ മെയിന്. എടേ എന്താക്കുന്നു? ഇരുന്നേ എന്നാ ഞാൻ കളിക്കാൻ പോയത്. ഡോക്ടറെ എടുത്താ? ആര്? അന്നേം കൊണ്ടോ? എപ്പോ? നിങ്ങ എന്താ വെറുതെ സമയം കളി? നിങ്ങ എത്ര ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി? എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു? വെറുതെ ടൈം വേസ്റ്റ് ആക്കിയാ നിങ്ങ. ഉമ്മ എന്ത് ശരിയാനും? ഉമ്മ ഞാൻ ശരിയാനൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. എന്തെന്ന് പാർട്ടിക്കാറാ? ഞാൻ കേസ് കൊടുക്കും. എനക്കൊക്കെ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ പിടിച്ചോണ്ട് പോയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നിട്ട് ഞാൻ കേസ് കൊടുക്കും.
എന്തെന്ന് എന്ത് കുടുംബക്കാരെന്ത് ലൊട്ട എന്ത് പറഞ്ഞാലും ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മനുഷ്യനല്ല. എന്നെ അങ്ങനെ പിടിച്ചോണ്ട് പോയാൽ ഞാൻ കേസ് കൊടുക്കൂല ഒട്ടാ. ഞാൻ എന്താക്കി? ആരെ കൊന്നിന്? ആ ഉണ്ടാട് നല്ലാണ് മുത്താൻ്റെ മൂട് കളയാ. നല്ലാണ് മുത്താൻ്റെ മൂട് കളയാതെ ഞാൻ കളിക്കാന്നെല്ലാം വിചാരിച്ച ആ മൂടങ്ങ് ആണ്. ഞാൻ PC യിലേക്ക് കണക്ട് ചെയ്യാനേ ഒരു മിനിറ്റ്.